ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ പ്രവാചകരെ കണ്ടു നോമ്പനുഷ്ഠിക്കുന്നവരായി. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാൻ മാസം വന്നപ്പോ തങ്ങൾ ഇങ്ങനെ നോമ്പ് പിടിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട് ചോദിക്കുകയാ, മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ശഅബാനിൽ ഇങ്ങനെ നോമ്പ് പിടിച്ചു ഇബാദത്തിലായി നിലകൊള്ളുന്നത് എന്തിനാ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബ വ റമളാൻ. ഇതൊരു മാസമാണ്, ഇത് പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമായ റമളാൻ മാസം, ഏറ്റവും ശ്രേഷ്ഠമായ മാസം. ആ റമളാനിനും പവിത്രമാക്കപ്പെട്ട മാസമായി ഖുർആൻ പറഞ്ഞ 4 മാസങ്ങളിൽ ദുൽഹിജ്ജ, ദുൽഖഅദ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളിൽ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട റജബിന്റെയും ഇടയിലുള്ളതാകുന്ന ഈ ശഅബാൻ മാസം പലരും അമൽ ചെയ്യാതെ അശ്രദ്ധരായി പോകുന്നുണ്ട്. ഇത് അശ്രദ്ധയുടെ മാസമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇബാദത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നോമ്പ് പിടിച്ച് നിലകൊള്ളുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? നമുക്ക് അശ്രദ്ധ ബാധിച്ചില്ലേ? റജബ് വന്നപ്പോ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ആ റമളാൻ എന്നൊരു ഓർമ്മ ചിന്തയിൽ വന്നായിരുന്നു. പിന്നെ അതിങ്ങനെ ദ്വാരന്ന് ശഅബാനൊക്കെ എത്തി പതങ്ങ് വിട്ട്. ഇപ്പൊ ദ്വാരക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ഇല്ല, റമളാൻ വരുന്നു എന്നുള്ളൊരു ചിന്തയില്ല. അത് വരുന്നത് ലാസ്റ്റ് 2 ദിവസം മുമ്പായിരിക്കും, ശഅബാൻ തീരാറാവുമ്പോൾ. ശഅബാനിൽ ഞാനിങ്ങനെ നോമ്പ് പിടിക്കുന്നത് ഗഫലത്തിന്റെ മാസമായത് കൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയുടെ മാസമാണ്. നബി തങ്ങൾ പറഞ്ഞു നിർത്തിയില്ല. നബി തങ്ങൾ പറഞ്ഞു, വഹുവ ശഹ്റുൻ, ഇതൊരു മാസമാണ്. അശ്രദ്ധയുടെ മാസം മാത്രമല്ല, തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിലേക്ക് വർഷത്തിൽ ഒരു മനുഷ്യൻ ചെയ്തതാകുന്ന അമലുകളെ കയറ്റിക്കൊണ്ടുപോകുന്ന മാസമാണ്. നമ്മുടെ അമലുകളെ 3 രീതിയിലാണ് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകുക. ഒന്ന്, എല്ലാ ദിവസവും കൊണ്ടുപോകുന്നുണ്ട്, എല്ലാ ദിവസവും അമലിനെ ഉയർത്തപ്പെടും. മറ്റൊന്ന്, ആഴ്ചയിൽ ഉയർത്തപ്പെടും 2 പ്രാവശ്യം. മൂന്നാമത്തത്, വർഷത്തിൽ ഉയർത്തപ്പെടും. എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നതാകുന്ന സമയമാണ് അസറിന്റെ സമയവും സുബഹിക്ക് ശേഷം. അസർ കഴിഞ്ഞും സുബഹി കഴിഞ്ഞും സുബഹി മുതൽക്കുള്ളതാകുന്ന അമലുകളെ മുഴുവനും ഒരു കൂട്ടം മലക്കുകൾ സുബഹിക്ക് വന്നിട്ട് നമ്മളോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കും. ഹദീസാണ്, ഹദീസ് ഞാൻ പറയാം. ജമാഅത്തായി നിസ്കരിച്ച് സുബഹി മുതൽക്ക് അസർ വരെ റഖീബ് അതീദ് അലൈഹി വസ്സലാമിനോടൊപ്പം നിലകൊണ്ടിട്ട് അവരെല്ലാ നന്മകളും റിക്കാർഡിക്കലും വാങ്ങിച്ച് അസർ നമസ്കാരത്തിന് വേറൊരു കൂട്ടം ജമാഅത്ത് നിസ്കാരത്തിനായിട്ട് മലക്കുകൾ വരും. അവരോടൊപ്പം ഈ സുബഹിക്ക് വന്നതാകുന്ന മലക്കുകൾ കൂടി അസറിന് ജമാഅത്തായി നമ്മളോടൊപ്പം നിസ്കരിക്കും. നിസ്കരിക്കുന്നവരുടെ ആരെയും പറയുന്ന കേട്ടോ, വീട്ടിൽ കിടന്നുറങ്ങുന്നവനോടൊപ്പം അല്ല. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബഹിക്ക് വന്നതാകുന്ന മലക്കുകൾ അസർ നിസ്കാരം കഴിയുമ്പോഴത്തേക്കും അടുത്ത മലക്കുകളെ റിക്കാർഡിക്കലൊക്കെ ഏൽപ്പിച്ചിട്ട് അതുവരെയുള്ളതാകുന്ന അമലുകളുമായിട്ട് ഇവര് കയറിപ്പോകും. ബാക്കിയുള്ളത് എഴുതിക്കോളാൻ പറയും. അസർ മുതൽ അസറിന് വന്നതാകുന്ന മലക്കുകൾ അടുത്ത സുബഹിക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ വരെ നിലകൊണ്ട് എല്ലാം എഴുതും. എല്ലാ നന്മത്തിനുമുള്ള രേഖപ്പെടുത്തിയത് റഖീബ് അതീദ് അലൈഹി വസ്സലാം അവർ രേഖപ്പെടുത്തിയത്. അടുത്ത ഒരു കൂട്ടം മലക്കുകൾ വരും സുബഹിക്ക്. അവർ വന്ന് ജമാഅത്ത് നിസ്കാരം ഒരുമിച്ച് നിസ്കരിച്ചതിന് ശേഷം അസറിന് മുതൽ സുബഹി വരെ നിലകൊണ്ട മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകും. ഹദീസാണ് ഇതൊക്കെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ സുബഹി കഴിഞ്ഞും ളുഹർ കഴിഞ്ഞും അമലുകൾ ഇങ്ങനെ ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും يتعاقب فيكم ملائكة بالليل وملائكة بالنهار يجتمعون في صلاة العصر وفي صلاة الصبح. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പഠിച്ചു വെക്കണേ, നിങ്ങളുടേതാകുന്ന അടുക്കലേക്ക് എല്ലാ ദിവസവും സുബഹിക്കും അസറിനും ഒരു കൂട്ടം മലക്കുകൾ ആകാശത്ത് നിന്ന് ജമാഅത്തിനായി വരുകയാണ്. ജമാഅത്ത് നിർവഹിച്ചിട്ടവർ തിരിച്ചു പോകുമ്പോ അടുത്തതാകുന്ന വഖത്ത് വരെ അഥവാ അസർ വരെ സുബഹിക്ക് വരുന്നതാകുന്ന മലക്കുകൾ റഖീബ് അതീദ് അലൈഹി വസ്സലാം
രേഖപ്പെടുത്തതാകുന്ന സർവ്വനന്മ തിന്മകളുമായി അള്ളാഹുവിലേക്ക് അസർ കഴിഞ്ഞ് കയറിപ്പോവുകയാണ്. അസറിന് ജമാഅത്തായി വരുന്നതാകുന്ന മലക്കുകൾ അവരിതാ സുബൈ വരെ നിലകൊള്ളുകയാണ്. സുബൈ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് കയറിപ്പോകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, വഹുവ അഅലമു ബിഹിം, ആ ജനങ്ങൾ എന്താണ് ചെയ്തത്, ഏതൊക്കെയാണ് പ്രവർത്തിച്ചത്, അതെല്ലാം അറിയാമെങ്കിലും അള്ളാഹു എടുത്ത് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ ഏത് നിലയിലാണ് നിങ്ങൾ ഉപേക്ഷിച്ചത്? അപ്പോൾ മലക്കുകൾ പറയുമത്രേ, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങളിതാ സുബൈക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴും ജമാഅത്തായി അവർ നിസ്കരിക്കുകയാണ്. ഞങ്ങൾ അവരോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചവരാണ്. ഞങ്ങളിതാ അസർ നമസ്കരിച്ചിട്ടാണ് കയറി വരുന്നത്. ഞങ്ങൾ വരുമ്പോഴും അവർ അസർ നമസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴും നിസ്കാരമാണ്, ഞങ്ങൾ വരുമ്പോഴും നിസ്കാരമാണ്. ഈ രണ്ട് സമയങ്ങളിലാണ് അമലുകളെ ഉയർത്തപ്പെടുക. ഒന്ന് സുബൈക്ക് ശേഷവും മറ്റൊന്ന് അസറിന് ശേഷവും. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്ത് നിസ്കാരം രണ്ടെണ്ണാണ്. ഏതൊക്കെയാ? ഒന്ന് സുബഹി, മറ്റൊന്ന് അസർ. മനസ്സിലായിക്കോ? രണ്ടാമത് അമലുകളെ ഉയർത്തപ്പെടുന്നത് ആഴ്ചയിൽ ഉയർത്തപ്പെടും. 3 രീതിയിലാണ് അമലുകളെ ഉയർത്തപ്പെടുക. ഒന്ന് ദിവസത്തിൽ എപ്പോൾ? ഒന്ന് സുബൈക്ക് ശേഷവും അസറിന് ശേഷവും. ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും. തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ് ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എല്ലാ ആഴ്ചകളിൽ നിന്ന് 2 ദിവസങ്ങൾ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, മോമിനായ മനുഷ്യന്റെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിം, നന്മകൾ ചെയ്ത മുസ്ലിമേ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞത്. കാരണം അല്ലാഹുവിലേക്ക് നിന്റെ അമലുകളെ ഉയർത്തപ്പെടുമ്പോ നീ നോമ്പുകാരനായിരിക്കൽ പവിത്രമാണ്. നബിയെ, വ്യാഴാഴ്ച ദിവസത്തിന്റെ മഹിമ നിങ്ങൾക്കറിയാം. തിങ്കളിന്റെ മഹത്വം എന്താണ്? നബി പറഞ്ഞു, ഫീഹി ഉലിതു, ഒരു തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. അതുകൊണ്ട് സുന്നത്ത് നോമ്പ് ശ്രേഷ്ഠതയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയായി പറയുന്നു, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നതായ മാസമാണ് ശഅബാൻ. വർഷത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്നത് ശഅബാനിന്റെ മാസമാണ്. ഫഉഹിബ്ബു അൻ ഉർഫ അമലി വഅന സായിം. എന്റെ അമലിനെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന വേളയിൽ ഞാൻ നോമ്പുകാരനാകൽ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത്. 3 രീതിയിൽ ഉയർത്തപ്പെടുന്നത്. ഒന്ന് ദിവസത്തിൽ പറഞ്ഞു, ആഴ്ചയിൽ പറഞ്ഞു, തിങ്കളും വ്യാഴവും. പിന്നെ വർഷത്തിൽ ഉയർത്തപ്പെടും. ശഅബാൻ അമലുകളെ ഉയർത്തപ്പെടുന്നതാണ്. വർഷത്തിലുള്ള അമലുകളെ, നമ്മൾ ചെയ്ത എല്ലാ നന്മ തിന്മകളും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഈ ശഅബാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്ത് വേണം? സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം ഈ ശഅബാനിൽ. എങ്ങനെ? തിങ്കളും വ്യാഴവും, അല്ലെങ്കിൽ 13, 14, 15, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചൊന്ന് പരിചയിച്ചിട്ട് വേണം റമളാനിനെ വരവേൽക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ 15-ന് ശേഷം നോമ്പിങ്ങനെ നിത്യമായി പിടിക്കുന്നതിന് പണ്ഡിതന്മാർ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വയഹ്റുമു, ഹറാമാണെന്ന് പറഞ്ഞ് ഫത്വൽ മുഈൻ ഇബാറത്തിട്ടുണ്ട്. വയഹ്റുമു ബഅദ നിസ്ഫി ശഅബാൻ,
ശഅബാനിന്റെ പകുതിക്ക് ശേഷം നോമ്പ് പിടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ നിത്യമായി പിടിക്കൽ ഹറാമാണ്. മാലം യുവാഫിഖുഹു ആദത്തുൻ, അവന്റെ പതിവ് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പതിവ് നേരത്തെ മുതൽ 1 മുതൽക്ക് എല്ലാ വർഷവും പിടിക്കലാണ്. 15 ശേഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പിടിച്ചങ്ങനെ പോരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആദത്ത പതിവ്, അവന് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചയായ നോമ്പുണ്ടായിരുന്നു, സുന്നത്ത് നേർച്ചയാക്കി, അല്ലെങ്കിൽ ഒരു അസുഖം വന്നപ്പോഴത്തേക്കും 3 ദിവസം നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കി, ആ നേർച്ചയാക്കിയ നോമ്പ് റമദാൻ വന്ന പാടല്ലേ, അതിനു മുമ്പ് നേർച്ച വീട്ടുക. അല്ലെങ്കിൽ ഒരു ഖളാ വീട്ടുക, റജബ് 27 നോമ്പ് ഖളാ വീട്ടി, അല്ലെങ്കിൽ മുമ്പത്തെ ഏതെങ്കിലും ഫർളാക്കപ്പെട്ട നോമ്പ് ഖളാ വീട്ടി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 15 ശേഷവും പിടിക്കാം എന്ന് പണ്ഡിതന്മാർ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് നോമ്പ് പിടിക്കാൻ ഉസ്താദ് വലിയ മസല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പത്തുൽമയിൽ അത് മുല്യാര് കണ്ടില്ല എന്ന് തോന്നുന്നു പറയണ്ട, അതൊക്കെ കണ്ടിട്ട് തന്നെ പറയുന്നത്. അത് നിത്യമായി പിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ ദിവസവും അടുപ്പിച്ച് പിടിക്കുക, അത് വേണ്ട എന്നാണ്. പരിചയിക്കുക, നോമ്പ് പരിചയിക്കാൻ പറ്റിയ മാസമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തിന് വരവേൽക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ടി ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ.